അതുകൊണ്ടാണ് കസിൻസിനെ മാരി ചെയ്യുന്നത് പറയുന്നത്. അല്ലെ ബന്ധത്തിൽപ്പെട്ടവരെ നമുക്കുണ്ടാകുന്ന റെസിസ്റ്റീവിന് അവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ പേരൻസിൽ നിന്നൊക്കെ. അപ്പോൾ നമ്മൾ കഴിവതും ദൂരെയുള്ള പെൺകുട്ടികളെയാണ് ചെറുപ്പക്കാരാണെങ്കിൽ മാരി ചെയ്യേണ്ടത്. കസിൻസിനെ ഒന്നും ചെയ്തില്ല. ചില അവർക്ക് കുഴപ്പമില്ലെങ്കിൽ അത് മാരി ചെയ്താൽ. പലപ്പോഴും ഇങ്ങനെ ക്ലോസ് കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ജനരിക ഡിസീസൊക്കെ കാണുന്നുണ്ട്. എങ്കിലും അതുപോലുള്ള വിവാഹമൊക്കെ ഒഴിവാക്കുകയാണെന്നല്ല. കാരണം അടുത്ത തലമുറ തകരാറ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. സാറേ, മറ്റൊരു കാര്യം, ഇപ്പോൾ സർവ്വകാര്യങ്ങളും ഈ ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണല്ലോ, അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ DNA എന്ന് പറയുന്ന ഈ കാര്യം അത് നമുക്ക് ടെസ്റ്റ് ട്യൂബിൽ അത് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ കൃത്രിമമായിട്ട് ജീവൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം 2013 അമേരിക്ക, ഇംഗ്ലണ്ട്, റഷ്യ, ചൈന ഇവിടങ്ങളിലുള്ള ബെസ്റ്റ് ബ്രെയിൻസ് ഈ കാര്യത്തിൽ നോക്കുന്നുണ്ട്. ഇന്ന് വരെയും ഒരു സാധിച്ചില്ല. ഉള്ള ജീവനെ നമുക്ക് ചില ചേഞ്ചസൊക്കെ വരുത്താം എന്നുള്ളതല്ലാതെ ഒരു സെല്ലുണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതിൻ്റെ കോംപ്ലക്സിറ്റിയെക്കുറിച്ച് പറഞ്ഞോട്ടെ ഞാനിന്നിവിടെ ഇച്ചിരിയുടെ വിശദമാക്കാൻ ആഗ്രഹിക്കുന്നത്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ശാസ്ത്രജ്ഞന്മാർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊരു ആശയം അവർക്ക് കിട്ടി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ അവർക്കൊരു തോന്നലാണ്, വൈ ക്യാൻ വി മേക്ക് എ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് മെഷീൻ? ഒരു മെഷീന്, ഒരു പ്രസവിക്കുന്ന മെഷീൻ ഉണ്ടാക്കിയാൽ എന്താകും എന്നുള്ളത്. അപ്പം അതായത് ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ ആ കമ്പ്യൂട്ടർ അതുപോലൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കണം, ക്യാമറയാണെങ്കിൽ അതുപോലൊരു ക്യാമറ ഉണ്ടാക്കണം. അപ്പോൾ ഒരു ജോൺ വോൺ ന്യൂമാൻ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ്, ജർമ്മൻ സയൻറ്റിസ്റ്റ്, അദ്ദേഹം പറഞ്ഞു, അങ്ങനൊരു മെഷീൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് 3 ക്യാരക്ടറിസ്റ്റിക്സ് വേണം. എന്താണ്? ഈ മെഷീൻ ഒരുപാട് പാർട്സ് വേണം. ഈ പാർട്സിൽ ഏതെങ്കിലും കേടായി പോയാൽ മെഷീൻ കൊളാപ്സ് ആകും. അപ്പം കേട് വന്നിട്ടുണ്ടെങ്കിൽ മെഷീന് തന്നെ കേട് കണ്ടുപിടിക്കാനുള്ള സംവിധാനം വേണം. അതായത് സെൽഫ് ഡയഗ്നൈസ് ചെയ്യാനുള്ള കഴിവ് വേണം. പിന്നെ ഡയഗ്നൈസ് ചെയ്തുകൊണ്ട് മാത്രം പാടുള്ളൂ, ഇത് റിപ്പയർ ചെയ്യാനുള്ള കഴിവും വേണം. പിന്നെ ഇത് മുഴുവനും കോപ്പി ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് വോൺ ന്യൂമാൻ മെഷീൻ, ഞാൻ അങ്ങനെ പറയുക, അങ്ങനത്തെ മെഷീന് വോൺ ന്യൂമാൻ മെഷീന് സെൽഫ് ഡയഗ്നൈസിങ്, സെൽഫ് റിപ്പയറിങ്, സെൽഫ് റെപ്ലിക്കേറ്റിംഗ് 3 ക്യാരക്ടേഴ്സ് വേണം. അന്നത്തെ കാലത്ത് വിചാരിച്ചു 2000 ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു മെഷീൻ ഉണ്ടാക്കാമെന്ന്. അത് കെന്നഡിയുടെ കാലത്താണെന്ന് തോന്നുന്നു മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങണമെന്ന് വിചാരിച്ചു. 1969 ആയപ്പോൾ മനുഷ്യനെ ഇറക്കി. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ വിഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. കുറച്ച് വർഷം കഴിയുമ്പോൾ അതൊക്കെ സാധിക്കും. സയൻസ് അങ്ങനെ സാധിക്കും. 2000 ആകുമ്പോൾ സാധിക്കുമെന്ന് വിചാരിച്ചെങ്കിൽ ഇന്ന് 2013 ഇന്ന് വരെ അങ്ങനെ ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കി, എവരി ബയോളജിക്കൽ സെൽ ഈസ് എ വോൺ ന്യൂമാൻ മെഷീൻ. ഓരോ ബയോളജിക്കൽ സെല്ലിലും എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് ഡയഗ്നൈസ് ചെയ്യാനുള്ള കഴിവ് ബയോളജിക്കൽ സെല്ലിനുണ്ട്, റിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്, ദ ഹോൾ തിങ് കോപ്പി ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിമ്പിൾ മെഷീൻ പോലും തന്നെ വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു വോൺ ന്യൂമാൻ മെഷീൻ തന്നെ വരുമോ? ഉണ്ടാക്കാം. എന്തെങ്കിലും സയൻറ്റിസ്റ്റ് സെല്ല് നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതുപോലെ കോപ്പി ചെയ്യാൻ സാധിക്കാമെങ്കിൽ വി ക്യാൻ മേക്ക് എ വോൺ ന്യൂമാൻ മെഷീൻ. അതിനെന്ത് വേണം? ഇൻ്റലിജൻസ് വേണം. ഇന്ന് വരെയുള്ള എല്ലാ മനുഷ്യരുടെയും, അല്ലെങ്കിൽ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരുടെ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഒക്കെ ഉള്ള എല്ലാവരും കൂടി അക്യുമുലേറ്റഡ് നോളജ് നോക്കിയിട്ടും അങ്ങനെ സാധിക്കുന്നില്ല. പക്ഷേ ഓരോ ബയോളജിസിലും ഇത് തന്നെയാണ്, ബാക്ടീരിയയിലും എല്ലാം ഇതാണ്. അങ്ങനെയെങ്കിൽ അത് തനിയെ വന്നു, കോടാനോട് വർഷം കൊണ്ട് പരിണമിച്ച് വന്നു എന്ന് പറയുന്നതാണ് എനിക്ക് യോജിക്കാത്തത്. വോൺ ന്യൂമാൻ മെഷീൻ പോലും അങ്ങനെ വരത്തില്ല. സിമ്പിൾ മെഷീനും വരത്തില്ല. ഇനി സിമ്പിൾ മെഷീനാണെങ്കിലും ബുദ്ധി സംവിധാനം വേണം, അല്ലാതെ വരത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമറയിൽ നിന്ന് ഒരിക്കലും ഒരു ക്യാമറ ഉണ്ടാവില്ല. അത് ക്യാമറ പ്രസവിക്കാൻ അല്ല, അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ട് ക്യാമറ പ്രസവിക്കണം. പക്ഷേ ഒരു ജീവനുള്ള എല്ലാ കാര്യങ്ങളും അവരത് അടുത്ത ജനറേഷനിലേക്ക് അത്. അപ്പം സെല്ല് എന്ന് പറയുന്ന കുറച്ച് DNA ഉണ്ടായാലോ പ്രോട്ടീൻ ഉണ്ടായാലോ സെല്ലാകത്തില്ല. ഒരു കാറിൻ്റെ കുറേ സ്പെയർ പാർട്സ് എല്ലാം കൂടെ കൂട്ടിയിട്ട് സ്പെയർ പാർട്സായി ഇനി കാർ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ഉണ്ടാവുമോ? അതിനൊരു ഡിസൈനറും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡിസൈൻ, കുറച്ച് സ്പെയർ പാർട്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. കുറച്ച് DNA ഉണ്ട്. നമ്മൾ 1 കിലോ ഇറച്ചി മേടിച്ചു, ഇവർ ഈ കഷ്ടപ്പെടുന്നുണ്ടാകുന്ന പ്രോട്ടീനുണ്ട്, DNA ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് എല്ലാം ഉണ്ടല്ലോ. ലൈഫില്ലല്ലോ. 1 കിലോ ഇറച്ചിക്കകത്ത് ഇതെല്ലാം ഉണ്ട്, ലൈഫ് ഇല്ല. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലൈഫ് എന്നുള്ളത് ഞാൻ പറയാമെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞില്ലല്ലോ. ലൈഫ് ഈസ് എ ബാഗ് ഓഫ് കൺസെപ്റ്റ്സ്. ആശയങ്ങളുടെ ഒരു ബാഗാണ്. ചക്കുരു എന്ന് പറയുന്നതിൻ്റെ അകത്ത് പ്ലാവിൻ്റെ ആശയങ്ങളാണ് കിടക്കുന്നത്. എക്സിക്യൂട്ടിൻ്റെ കോഡ്, ഒരു കോഡ് ഭാഷയിലാണ്, അല്ലെങ്കിൽ ലാംഗ്വേജ് ഭാഷയിലാണ്, DNA ലാംഗ്വേജ്. ഡിസ്ക്രൈബിങ് ആൻ ഏർജ് ഫോർ സെൽഫ് മെയിൻ്റനൻസ് ആൻഡ് പെർപ്പച്വേഷൻ. അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഏർജ് അതിനകത്തുണ്ട്. അത് സൂക്ഷിക്കാനുള്ള മെയിൻ്റനൻസ് നടത്താൻ. പിന്നെ അത് പെർപ്പച്വേഷൻ, പുതിയ തലമുറകൾ ഉണ്ടാകാനും ഉള്ള സംവിധാനം. വിത്ത് എ മെക്കാനിസം ആൻഡ് മെഷീനറി
ദാറ്റ് അലൗസ് ദ ഇൻഡിപെൻഡൻറ്റ് എക്സ്പ്രഷൻ ഓഫ് ദറ്റ് കോഡ്. ഈ കോഡിൽ കിടക്കുന്ന ആശയങ്ങൾ എടുത്ത് അതൊരു പ്ലാവാകാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സൈഗോട്ട് ഒരു ഗർഭപാത്രത്തിൽ കിടന്നാൽ ആ ഗർഭപാത്രത്തിലുള്ള സംവിധാനം, ആ എൻവയറമെൻറ്റ്, ഗർഭപാത്രത്തിൽ വേണം കേട്ടോ, ടെസ്റ്റ് ട്യൂബിനകത്ത് ഒക്കത്തില്ല, ഏതാണെന്ന് ശാസ്ത്രജ്ഞന്മാർ ഇന്നുവരെയും പിടിച്ചിട്ട്, എന്താണ് ഈ സൈഗോട്ടിനെ ആക്ടിവേറ്റ് ചെയ്തൊരു കുഞ്ഞാക്കാനുള്ള സംവിധാനം എന്താണെന്ന് ഇന്നുവരെയും ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ആ സംവിധാനം ഉപയോഗിച്ച് ഈ സൈഗോട്ടിനകത്തുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ ഇതിവൃത്തം, മനുഷ്യൻ എന്ന് പറഞ്ഞ ആശയം വർക്കൗട്ട് ചെയ്ത് 9 മാസം കഴിയുമ്പോൾ ഒരു കുഞ്ഞായിട്ട് വരിക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ലൈഫ് ഈസ് എ ബാഗ് ഓഫ് കൺസെപ്റ്റ്സ്, ആശയങ്ങൾ. കുറച്ച് DNA അക്ഷരങ്ങൾ ചേർന്നുകൊണ്ട് ആയില്ല. ആ DNA ഭാഷയിൽ ഈ ജീവിയെക്കുറിച്ചുള്ള ആശയങ്ങളെല്ലാം പ്രോഗ്രാം ചെയ്യണം. അപ്പം പശുവിൻ്റെ സൈഗോട്ടിനകത്ത് പശു എന്ന് പറഞ്ഞ ആശയമാണ്. കാക്കയെന്ന് പറയുന്ന ഒരു സ്കാവഞ്ചറാണ്, ക്ലീൻ ചെയ്യുന്ന. പ്രാവ് അങ്ങനത്തെ ക്ലീൻ ഇല്ല. അപ്പം കാക്കയെന്ന് പറഞ്ഞ ആശയമാണ് കാക്കയുടെ മുട്ടയ്ക്കകത്ത് കിടക്കുന്നത്. മൂർഖൻ പാമ്പിൻ്റെ മുട്ടയ്ക്കകത്ത് മൂർഖൻ പാമ്പ്. രാജവെമ്പാല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? രാജവെമ്പാലയ്ക്കകത്ത് രാജവെമ്പാലയുടെ ആശയങ്ങളാകുന്നു. അങ്ങനെ ഓരോ ജീവിയുടെയും കൺസെപ്റ്റ്, ഇതിവൃത്തം. നമ്മളൊരു 3000 നോവലുണ്ടെങ്കിൽ 3000 കഥകളാണ് എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോ കഥകളാണ്, അല്ലെ കൺസെപ്റ്റാണ്, ആശയങ്ങളാണ്. അതാത് ജീവിയുടെ ഇൻഫർമേഷനാണ് അവരുടെ ആ സീഡിൽ കിടക്കുന്നത്. ഇൻഫർമേഷൻ. അതിനൊരു വെയിറ്റ് ഒന്നുമില്ല, ഇൻഫർമേഷന് വെയിറ്റ് ഇല്ല. നമ്മളൊരു CD യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, തൂക്കി നോക്കണം, അത് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യണം, തൂക്കി നോക്കണം, വെയിറ്റ് വ്യത്യാസം വരുമോ? ഇല്ല, വെയിറ്റ് ഇല്ലാത്തൊരു യാഥാർത്ഥ്യം. അത് നമ്മുടെ ബുദ്ധിജീവികൾ ഒരുപാട് പേർക്കും ഭൗതികവാദികളാണ്. പദാർത്ഥ ഊർജ്ജം എന്ന് പറഞ്ഞാൽ 2 യാഥാർത്ഥ്യം അവർക്കുള്ളൂ. നമ്മൾ കണ്ടത് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ദ തേർഡ് ഫണ്ടമെൻ്റൽ എൻറ്റിറ്റി ഇൻ ദി യൂണിവേഴ്സ്. ആർക്കും നിശ്ചയിക്കാൻ ഒക്കത്തില്ല ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഒരു ബുദ്ധി സംവിധാനം വേണം, അല്ലാതെ ഇൻഫർമേഷൻ വരാനൊക്കത്തില്ല. അപ്പം നോവലുണ്ടെങ്കിൽ നോവലിനൊരു ഓതർ വേണം. ഇപ്പോൾ ഈ പുസ്തകം ഉണ്ടെങ്കിൽ ഈ പുസ്തകത്തിനൊരു ഗ്രന്ഥകർത്താവ് വേണം. ഗ്രന്ഥകർത്താവിനെ ഇതിനകത്ത് തപ്പി നോക്കിയാൽ കാണത്തില്ല. ഗ്രന്ഥകർത്താവ് ഈസ് ഓൾവേസ് ട്രാൻസെൻഡ് ദിസ് ബുക്കിന് പുറത്താണ്. അപ്പോൾ ഓതർ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ്. ഓതറിൻ്റെ ബയോഡേറ്റ നമുക്ക് അറിയത്തില്ലായിരിക്കും. തകഴിയുടെ ചെമ്മീൻ, 2 ഇടങ്ങഴി, കയർന്നൊക്കെ ഇത് പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം വായിച്ചാൽ തകഴി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ സാഹിത്യത്തിലുള്ള കഴിവ്, ബുദ്ധിശക്തി, ഇതൊക്കെ വായിക്കാം. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാനോ, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം നമുക്ക് ആ പുസ്തകത്തിൽ കാണാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അദ്ദേഹത്തിന് എന്തു കഴിവാണ്, എന്തു സാഹിത്യകാരനാണെന്ന് അറിയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് എങ്ങനെയാണ് ഇടപെടുന്നത്, തൊഴിലാളി വർഗത്തിനോട് അദ്ദേഹം എങ്ങനെയാണ് ഇടപെടുന്നത്, സ്നേഹത്തോടുകൂടിയാണോ, തൊഴിലാളി വർഗത്തെ സ്നേഹിക്കുന്ന ആളാണ്, ഇതൊന്നും പുസ്തകം വായിച്ചാൽ കേട്ടതില്ല. ഇത് കാണിക്കുന്ന നമ്മൾ തകഴിയുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹവുമായിട്ട് കുറേ നാൾ താമസിച്ചാൽ സംസാരിച്ചാലേ വേണ്ട എന്ന് പറഞ്ഞ പോലെ നമുക്കുള്ള പ്രശ്നം സയൻസും ഫിലോസഫിയിൽ ഇങ്ങനൊരു സൃഷ്ടാവുണ്ട്, അല്ലെങ്കിൽ ദൈവമുണ്ട് എന്നുള്ളത് അറിയാം. അദ്ദേഹത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും സയൻസും ഫിലോസഫി പഠിച്ചാൽ അറിയാം. അതിസൂക്ഷ്മ ജീവികളാണല്ലോ വൈറസ്. ഈ വൈറസിനെ കുറിച്ച് അല്പം ഒന്ന് വിശദീകരിക്കാമോ? സാധാരണ വൈറസാണ് ആദ്യം ഉണ്ടായത്, പിന്നെ അത് കഴിഞ്ഞ് ഏകോശ ജീവികളുണ്ടായെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വൈറസിനൊരു പ്രത്യേകത, വൈറസിന് ഈ മെറ്റബോളിസം ഗ്രോത്ത് ചെയ്യാനുള്ള സംവിധാനമില്ല. ആ ഹാർഡ്വെയർ ഇല്ല. സോഫ്റ്റ്വെയർ ഉണ്ട്, ഹാർഡ്വെയർ വരണമെന്നോ ഇല്ല. ആയതുകൊണ്ട് ഹാർഡ്വെയർ ഇല്ലാത്തതുകൊണ്ട് അത് ഹോസ്റ്റ് സെല്ലിലുണ്ടെങ്കിലേ ഉള്ളത് വളരാനും മൾട്ടിപ്ലൈ ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പം ഹോസ്റ്റ് സെല്ലില്ലാതെ വൈറസിന് നിലനിൽപ്പില്ല. കാരണം ഹോസ്റ്റ് സെല്ല് ഉണ്ടായിക്കഴിഞ്ഞിട്ട് വേണം വൈറസ് ഉണ്ടാകാൻ. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ വൈറസിന് നമുക്കൊന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു ഭീകരന് പ്ലെയിൻ ഓടിക്കാൻ അറിയാം, അവൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവന് സ്വന്തമായിട്ട് പ്ലെയിനില്ല. അവൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? പ്ലെയിനിലൊരു പാസഞ്ചറായിട്ട് കയറി പതിയെ കോക്ക്പിറ്റിൽ ചെന്ന് ആ പൈലറ്റിനെ അടിച്ച് താഴെ ഇടുന്നു. അബോധാവസ്ഥയിലായി കഴിയുമ്പോൾ നമ്മളറിയുന്നില്ല. അബോധാവസ്ഥയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കയറി കോക്ക്പിറ്റിൽ കയറി പ്ലെയിൻ ഡയറക്റ്റ് ചെയ്യുകയാണ്. കൊച്ചിയിൽ ഇറങ്ങേണ്ടതിനും അവൻ്റെ ഉദ്ദേശമുള്ള സ്ഥലത്ത് കൊണ്ടിറക്കുന്നു. അപ്പം പ്ലെയിൻ ഇല്ലെങ്കിലും ഇവനെ ഓടിക്കാനുള്ള സംവിധാനം കിട്ടിയാണ് എന്നെ ഓടിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് വൈറസ് ഹോസ്റ്റ് സെല്ലിൽ കയറി അതിൻ്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുന്നു. അതിനാദ്യം ഹാർഡ്വെയർ ഇല്ല, സോഫ്റ്റ്വെയർ ഓക്കെ. ആ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുകയാണ് ഈ ഹോസ്റ്റ് സെല്ലിൻ്റെ സംവിധാനം ഉപയോഗിച്ച്. അതുകൊണ്ട് വൈറസാണ് ആദ്യം ഉണ്ടായതെന്ന് പറയുന്നതിനകത്ത് യാതൊരു കാര്യമില്ല. വൈറസിനെ ജീവി എന്ന് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ അതിനകത്ത് സോഫ്റ്റ്വെയർ ഉണ്ട്. അത് വളരെയോ മറ്റ് കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ ഹോസ്റ്റ് സെൽ. ഈ വൈറസ് ഒരു ഏകകോശ ജീവിയാണോ?
ഏകോശജീവി എന്ന് പറയാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു എല്ലാ കോശത്തിനും സെല്ലിനും ഹാർഡ്വെയറും ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള സംവിധാനം ഹാർഡ്വെയറിനകത്തുണ്ട്, മെഷീനറി എല്ലാം ഉണ്ട്. ആ മെഷീനറികൾ പലതും വൈറസിനില്ല. സാറേ, അതുപോലെ സമുദ്രമാണ് ജീവൻ്റെ ഈറ്റിലമെന്ന് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഈ സമുദ്രത്തിൽ അല്ലെങ്കിൽ ജലത്തിൽ ഇങ്ങനെ ജീവൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത എന്താണ്? അത് ഇവർക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഈ ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ആദ്യകാലത്ത് പറഞ്ഞ ഒരു അബദ്ധമാണ്. പ്രോട്ടീനെക്കുറിച്ച് കാര്യമായിട്ട് മനസ്സിലായില്ല. അവർ പറയുന്നത് അന്തരീക്ഷത്തിൽ അമിനോ ആസിഡ് ഉണ്ടായിക്കാണും. മീഥെയിൻ, അമോണിയ, ഹൈഡ്രജന്, വാട്ടർ ഒക്കെ ചേർന്ന അന്തരീക്ഷത്തിൽ ലൈറ്റനിങ് ഉണ്ടായിക്കാണും, അല്ലെങ്കിൽ സൂര്യപ്രകാശം അതുപോലെ എന്തെങ്കിലും. അത് വെച്ച് അമിനോ ആസിഡ് കടലിൽ വന്ന് വീണ് കാണും. ഓഷ്യൻ മൈറ്റ് ഹാവ് ബിക്കം എ കെമിക്കൽ സൂപ്പ് എന്നാണ് പറയുന്നത്. ഓഷ്യൻ കെമിക്കൽ സൂപ്പ് പോലെ ആയെന്ന്. അതിനൊന്നും തെളിവൊന്നുമില്ല കേട്ടോ, പക്ഷേ ഒരു ഭാവനയാണ്. അവരുടെ ഭാവന പറയുന്നത് അങ്ങനെ ഈ അമിനോ ആസിഡുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് പല അമിനോ ആസിഡ് ജോയിൻ ചെയ്യുമ്പോൾ പ്രോട്ടീൻ ആവുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് കഴിഞ്ഞാൽ, ഒരു അമിനോ ആസിഡും മറ്റൊരു അമിനോ ആസിഡും ജോയിൻ ചെയ്യുമ്പോൾ, ഞാൻ പറയുന്ന അമിനോ ആസിഡ് 1 പ്ലസ് അമിനോ ആസിഡ് 2, ആരോ അങ്ങോട്ടും വരയ്ക്കണം ഇങ്ങോട്ടും വരയ്ക്കണം. പെപ്റ്റൈഡ് പ്ലസ് വാട്ടർ H2O. അപ്പോൾ നമ്മൾ മൂന്നാമത് അമിനോ ആസിഡ് ചെയ്യുമ്പോൾ വീണ്ടും വാട്ടർ മോളിക്യൂൾ ഉണ്ടാകും. ഇങ്ങനെ അത് അമിനോ ആസിഡിൻ്റെ ഒരു സ്ട്രക്ചർ അമൈൻ ഗ്രൂപ്പും മറ്റേ സൈഡ് കാർബോക്സിലിക് ആസിഡുള്ള. കാർബോക്സിലിക് ആസിഡിലെ ഒരു ഭാഗവും ഈ അമൈൻ ഗ്രൂപ്പിലെ ഒരു ഭാഗം കൂടെ ചേർന്ന് വെള്ളം ആയിട്ട് മാറുന്നു. അപ്പോൾ 100 അമിനോ ആസിഡ് ജോയിൻ ചെയ്തൊരു പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ടാകുകയാണെങ്കിൽ 99 വാട്ടർ മോളിക്യൂൾ വരും ഇങ്ങേ സൈഡിൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് റിവേഴ്സിബിൾ റിയാക്ഷനാണ്. റിവേഴ്സിബിൾ റിയാക്ഷനിൽ റിവേഴ്സിബിലിറ്റി സ്റ്റോപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഈ അമിനോ ആസിഡ് ഹൈഡ്രോളൈസ് ചെയ്തു പോകും. അപ്പം ഓഷൻ ഈസ് ദ ലാസ്റ്റ് പ്ലേസ് ഫോർ ദ ഫോർമേഷൻ ഓഫ് സച്ച് എ പ്രോട്ടീൻ മോളിക്യൂൾ. ഓഷനിൽ ഒരിക്കലും നടക്കത്തില്ല ഇങ്ങനെ. പിന്നെ അതുപോലെ തന്നെ DNA ഇങ്ങനെ തന്നെയാണ്. DNA റിവേഴ്സിബിൾ റിയാക്ഷനാണ്. DNA ചേരുമ്പോൾ ഒരു 2 വാട്ടർ മോളിക്യൂളെങ്കിലും വരും. ഒരു ബേസും ഒരു ഷുഗറും ഫോസ്ഫേറ്റും കൂടെ ചേരണം. ഒരു ന്യൂക്ലിയേറ്റഡ് ഉണ്ടാകുമ്പോൾ 2 വാട്ടർ മോളിക്യൂൾ വരും. അങ്ങനെ ഈ ലൈഫ് റിയാക്ഷൻസ് എല്ലാം റിവേഴ്സിബിൾ റിയാക്ഷനാണ്. റിവേഴ്സിബിൾ റിയാക്ഷനിൽ റിവേഴ്സിബിലിറ്റി സ്റ്റോപ്പ് ചെയ്താലേ ഇത് പോകത്തുള്ളൂ. അതായത് വിൽബർ ഫോഴ്സിന് അത് അറിയത്തില്ലായിരുന്നു. നമ്മൾ 10 അടി മുന്നോട്ട് നടന്നു, ഉടൻ തന്നെ 10 അടി പുറകോട്ട് നടന്നു, വീണ്ടും 10 അടി മുന്നോട്ട് നടന്നു, 10 അടി പുറകോട്ട് നടന്നു. എത്ര നാൾ നടന്നാലും ബസ് സ്റ്റാൻഡിൽ എത്തത്തില്ല. ഈ റിവേഴ്സിബിലിറ്റി സ്റ്റോപ്പ് ചെയ്യണം. അപ്പം അദ്ദേഹം പറഞ്ഞ ടൈപ്പ് റൈറ്റ് ചെയ്യുന്ന ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഒരു കീ ഉപയോഗിച്ച് തിരിച്ച് അത് മായ്ക്കുകയാണെങ്കിൽ എത്ര നാൾ അടിച്ചാലും ഒരു പ്രയോജനമില്ല. 6 ടൈപ്പ് റൈറ്റർ വെച്ച് ടൈപ്പ് ചെയ്യുന്നല്ലേ പറഞ്ഞ്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് മായ്ച്ചു പോകുന്നു. B ടൈപ്പ് ചെയ്ത്. അപ്പം ശരിക്കും ശാസ്ത്രം ഇപ്പോഴും ആ അബദ്ധത്തിൻ്റെ പിന്നാലെയല്ലേ സാറേ? ഇപ്പോൾ അന്യഗ്രഹങ്ങളിലേക്ക് അവർ പോകുന്നത് ജലം കണ്ടെത്തി എന്നുള്ളതാണ് അവർക്കൊരു വലിയ കാര്യം. അപ്പോൾ ജലം കണ്ടെത്തിയാൽ അവിടെ ജീവൻ്റെ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ചിന്തയിലാണ് അവരിപ്പോഴും. ജീവനെക്കുറിച്ച് എന്തെങ്കിലും പറയാനൊക്കെ ഒരു 6-8 ഇൻ്റർനാഷണൽ സിമ്പോസിയമെങ്കിലും ജീവനെക്കുറിച്ച് നടന്നു കഴിഞ്ഞു ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ. ഞാൻ ആദ്യം മോസ്കോയിൽ നടന്നെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടന്നു. ഇന്ന് വരെയും ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊരു കൺക്ലൂസീവായിട്ട് ഡെഫിനിറ്റായിട്ടൊരു തിയറി പറയാനായിട്ട് ഒക്കത്തില്ല. എല്ലാ തിയറിക്കും പ്രശ്നമുണ്ട്. ഏറ്റവും പ്രശ്നം ചിറാലിറ്റി ഓഫ് ദി അമിനോ ആസിഡാണ്. അമിനോ ആസിഡ് ലെഫ്റ്റ് ഹാൻഡഡ് ആയിരിക്കണം. അതുപോലെ DNA ഷുഗർ റൈറ്റ് ഹാൻഡഡും ആയിരിക്കണം. DNA ഷുഗർ ലെഫ്റ്റ് റൈറ്റും ആകാം. പക്ഷേ ലോകത്തിലുള്ള എന്ത് ജീവികളുടെയും DNA എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡഡാണ്, വലതുവശ DNA ആണ്, അല്ലെങ്കിൽ ഷുഗറാണ്. അതെങ്ങനെയാണ് ലാബിലുണ്ടാക്കുന്നത്? ലെഫ്റ്റും റൈറ്റുമാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ശാസ്ത്ര കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് ശാസ്ത്ര സത്യങ്ങൾ കണ്ടെത്താനായിട്ട് ഇന്ന് മനുഷ്യന് സാധിക്കും. ഒരു ജീവനെക്കുറിച്ചും സെല്ലിനെക്കുറിച്ചും ഒക്കെ സാധിക്കും. അപ്പം ഇതൊന്നും അങ്ങനെ പരിണമിച്ചുണ്ടാകാനായിട്ടുള്ള സാധ്യതയും ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാലും എന്തുകൊണ്ടാണ് ഈ ആളുകൾ മുഴുവൻ ഇപ്പോഴും മിക്കവാറും ആളുകൾ ഈ പരിണാമം തന്നെ വിശ്വസിക്കാനായിട്ടുള്ള കാരണം എന്താ? ഒരു കമ്പാർട്ട്മെൻ്റലൈസേഷൻ ഓഫ് നോളജാണ് വന്നിരിക്കുന്നത്. പണ്ട് കെമിസ്ട്രി ഒരു സിംഗിൾ റൂം ബിൽഡിംഗ് ആണെങ്കിൽ ഇന്ന് കെമിസ്ട്രി തന്നെ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങാണ്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു കോളേജിൽ, CMS കോളേജിൽ, അവിടെ ഓർഗാനിക് കെമിസ്ട്രി MSc ഉണ്ട്, ബയോകെമിസ്ട്രി MSc ഇല്ല, അനലിറ്റിക്കൽ കെമിസ്ട്രി ഉണ്ട്, പ്യുവർ കെമിസ്ട്രി ഉണ്ട്. MSc ലെവലിൽ തന്നെ പല സൈസ് കെമിസ്ട്രിയാണ്. പിന്നെ അവന് PhD എടുക്കുമ്പോഴത്തേക്കിന് അവൻ്റെ ബ്രാഞ്ചിൽ ഏതെങ്കിലും ഒരു ചെറിയ പോർഷനിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ബിക്കംസ് വെരി ഹമ്പിൾ. അവൻ കെമിസ്ട്രി PhD ആകുമ്പോൾ നമ്മൾ വിചാരിക്കും കെമിസ്ട്രി PhD ഇദ്ദേഹത്തിന് എല്ലാം കെമിസ്ട്രിയുടെ എല്ലാ ഭാഗങ്ങളും അറിയാം. ബയോകെമിസ്ട്രി അദ്ദേഹം പഠിച്ച് കാണത്തില്ല.
അപ്പം നമ്മൾ എല്ലാം അറിയാവുന്നത്. അദ്ദേഹം വളരെ ഹമ്പിളാണ്. ഞാൻ കെമിസ്ട്രി തന്നെ എന്നാ പഠിച്ചിരിക്കുന്നത്, എൻ്റെ മുറിയിലെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, മറ്റ് മുറിയിലെ കെമിസ്ട്രിയുടെ മറ്റു വിഭാഗങ്ങളെക്കുറിച്ച് തന്നെയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഫിസിക്സിനെ കുറിച്ച് എനിക്ക് എന്താ പറയാനിരിക്കുന്നത്, ബയോളജിയെക്കുറിച്ച് എനിക്ക് എന്താ പറയാനിരിക്കുന്നത്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് മൂന്നും ഹാർഡ് സയൻസാണ്. കെമിസ്ട്രി അനുസരിച്ച് നടക്കാത്ത ഒരു കാര്യം ബയോളജിയിൽ സത്യമാകത്തില്ല. മാത്തമാറ്റിക്സ് അനുസരിച്ച് നടക്കാത്ത ഒരു കാര്യം ബയോളജി സത്യമാകത്തില്ല. ഞാൻ സമയം കിട്ടിയിരുന്നെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് മൂന്നും അനുസരിച്ചും ലൈഫിൻ്റെ ജീവൻ്റെ ഉൽപ്പത്തി ഉണ്ടാകാനൊക്കത്തില്ലെന്ന് തെളിയിക്കാമായിരുന്നു. സമയമില്ലല്ലോ. ഒരു പ്രോട്ടീൻ മോളിക്യൂൾ പോലും ചാൻസിലുണ്ടാകാനൊക്കത്തില്ല. അതിന് ഇൻഫാക്റ്റ് ചുരുക്കി പറഞ്ഞാൽ ഒരു 2 സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് ചന്ദ്രവിക്രമ സിംഗ് എന്ന് പറഞ്ഞു, കാർഡിഫ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, മാത്തമാറ്റിക്സിൻ്റെ പ്രൊഫസറാണ്. മറ്റൊന്ന് സർ ഫ്രെഡ്ഹോയിൽ ഒരു നോബൽ പ്രൈസ് കിട്ടേണ്ട ഒരു ആസ്ട്രോണമറാണ്. രണ്ടുപേരും കൂടെ ക്യാൻ ലൈഫ് ഒറിജിനേറ്റ് ബൈ ചാൻസ്. കാരണം ഒരു ലൈഫിൽ ഒരു 2000 ഒരു സെൽ 2000 അമിനോ ആസിഡ് ഒരു ഉണ്ടാകാനൊക്കുമോ എന്ന് സാധ്യതയുണ്ടെന്ന് നോക്കിയിട്ട് അവർ പറഞ്ഞു ചാൻസ് ഈസ് 1 in 10⁻40,000. അതുകൊണ്ട് 1972 തോന്നുന്നു സൺഡേ മെയിൽ എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലെ പത്രത്തിലെ ഫ്രണ്ട് വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതുന്നത് there has to be a God. When 2 skeptic scientists put their head together and they found that there has to be a God. കാരണം എന്താണ്, ലൈഫ് ഉണ്ടാകാനുള്ള ചാൻസ്, സെല്ലുണ്ടാകാനുള്ള ചാൻസ് 1 in 10⁻40,000. 10⁻40,000 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 40,000 പൂജ ഇടുന്ന സംഖ്യ. അതേസമയം നമുക്കറിയാം ഈ പ്രപഞ്ചത്തിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ 100 ബില്യൺ ഗാലക്സികളുണ്ട്. 10,000 കോടി ഗാലക്സികൾ കാണും. ഒരു ഗാലക്സി തന്നെ 10,000 കോടി നക്ഷത്രങ്ങളുണ്ട്. ഒരു നക്ഷത്രം നമ്മുടെ സൂര്യൻ്റെ വലിപ്പമാണെങ്കിൽ എന്തുമാത്രം ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഉണ്ടെന്നറിയോ? 10⁻80 ഉള്ളൂ. അപ്രോക്സിമേറ്റ്ലി 10⁻80. 1 കഴിഞ്ഞിട്ട് 80 പൂജ വിടുന്ന ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളൂ ഈ പ്രപഞ്ചം മുഴുവനും. അപ്പം 10⁻40,000 എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സംഖ്യയാണ്. അതുകൊണ്ട് ചാൻസിൽ ലൈഫ് ഉണ്ടാകാനൊക്കെ. അതുകൊണ്ട് ഫ്രെഡ്ഹോയിലും ചന്ദ്രമുഖാൻ പറഞ്ഞ എ ടൊർണാഡോസ് ഫ്ലോയിങ് ത്രൂ എ ജങ്ക്യാർഡ് ആൻഡ് അസംബ്ലിങ് എ ബോയിങ് 747 പ്ലെയിൻ. ഒരു പ്ലെയിൻ്റെ പാർട്സ് എല്ലാം കൂടി ഒരു ജങ്ക്യാർഡിൽ ഇട്ടിരിക്കുക. നമ്മൾ അഗ്രികൾച്ചർക്കാർ വണ്ടിയുടെ അടുത്തില്ലേ എന്ന് പറഞ്ഞ ഒരു പ്ലെയിൻ്റെ പാർട്സ് എല്ലാം ഇടുക. അവിടെ ഒരു വലിയ ചുഴലിക്കാറ്റുണ്ടായിട്ട് ഈ ഒരു പ്ലെയിൻ ഉരുത്തിരിഞ്ഞ് വരാനുള്ള സാധ്യതയുള്ളെന്ന് 10 എന്ന് വെച്ചാൽ 0. അങ്ങനെ സാധ്യതയില്ല. അതാണ് സംഭവം. അതുകൊണ്ട് അവർ പറയുന്നത് സം പ്ലാനറ്റിൽ നിന്ന് ഇവിടെ വന്നെന്ന്. അതിന് പറയുന്നത് ഡയറക്റ്റഡ് പാൻസ്പെർമിയ. ഫ്രാൻസിസ് ക്രിക്കും അതാണ് പറയുന്നത്. ഈ ഭൂമിയിൽ ഉള്ള മാറ്ററും സമയവും ഇല്ല. അപ്പോൾ സമതർ പ്ലാനറ്റിൽ ഉണ്ടായിട്ട് അല്ലെങ്കിൽ എവിടെ ഉണ്ടായിട്ട് അവിടുന്ന് സീഡഡ് ആയിരിക്കാം എന്നാണ് പറയുന്നത്. അത് നമുക്ക് അവിടെ പോയി പരിശോധിക്കാൻ ഒക്കുമോ എങ്ങനെ ലൈഫ് ഉണ്ടാകുന്നത്? ദേ ആർ ഷിഫ്റ്റിംഗ് ദ പ്രോബ്ലം ടു ഔട്ടർ പ്ലാനറ്റ്സ്. അപ്പോൾ ഇപ്പോഴും ഈ നമ്മുടെ കലാലയങ്ങളിലും നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും എല്ലാം പഠിക്കുന്നത് ഇത് തന്നെയാണല്ലോ പരിണാമം. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അവർ ശരിയാണെന്ന് വിചാരിച്ച് അങ്ങ് പഠിപ്പിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ ബയോളജിയിലുള്ള കാര്യം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അനുസരിച്ച് നടക്കത്തില്ലെങ്കിലും ബയോളജിക്കാരുടെ വിചാരം ഇത് ശരിയാണെന്ന് വെച്ചാൽ അവരങ്ങ് പഠിപ്പിക്കുക. എല്ലാ സ്കൂളിലെല്ലാം. എൻ്റെ മോൻ 5 പഠിക്കുമ്പോഴും ഇത് പഠിക്കാനുണ്ട്. മോള് 10 പഠിക്കുമ്പോൾ പഠിക്കും. 10 മോടെ ബുക്കാണ് കൊണ്ടുവന്ന്. വളരെ ചെറുതുമല്ല, ഇത് ബ്രെയിൻ വാഷ് ചെയ്യുക. അപ്പം പിന്നെ പോരാഞ്ഞ് നമ്മുടെ മീഡിയ വഴി പഠിപ്പിക്കുന്നുണ്ട്. മീഡിയ വഴി പഠിപ്പിക്കുന്ന പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹ്യൂമൻ എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു സീരിയലുണ്ടായിരുന്നു. ഇന്ത്യയിലെ 17 ഭാഷകളിൽ ഉള്ള കുട്ടികൾക്കാണ്. ഏത് പ്രായത്തിലാണ്? 10നും 14 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ 17 ഭാഷകളിൽ കൂടി ഏതാണ്ട് 2.5 വർഷം നീണ്ടു നിന്ന ഒരു 130 പാർട്ട് സീരിയലാണ്. 130 പാർട്സ് ഉണ്ട്. ഓരോ 20 എപ്പിസോഡ് 20 പാർട്സ് കഴിയുമ്പോഴും ദർ വിൽ ബി എ ക്യൂസ്. ദോസ് ഹു വിൻ ദ ക്യൂസ് ദേ ക്യാൻ ഗോ ടു ഡൽഹി ആൻഡ് റിസീവ് ദ പ്രൈസസ്. കാരണം ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ചുള്ള അതിനകത്ത് കുറച്ച് സത്യങ്ങളുണ്ട് കേട്ടോ. ഈ കുറേ സയൻസും എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അസത്യം അങ്ങനെ തന്നെ പറഞ്ഞാൽ ആളുകൾ എടുക്കത്തില്ല. കുറച്ച് സത്യം കൊണ്ടുവരണം. കുറച്ച് ശാസ്ത്രീയ സത്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ പരിണാമം കൂടെ കൂടും. ഹ്യൂമൻ എവല്യൂഷൻ എന്ന് പറഞ്ഞ് എത്ര കുഞ്ഞുങ്ങളാണ്, ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ, ഇന്ത്യയിലുള്ള ലക്ഷക്കണക്കിന് കുട്ടികളെ ഇത് പഠിച്ച് 2.5 വർഷം നീണ്ടു നിന്നു. സാറേ, അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം. ഈ പരിണാമം ഇങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് കുറവ് വരാനായിട്ടുള്ള സാധ്യതയില്ല. ഞാൻ ചോദിക്കാൻ കാരണം, ഇപ്പം കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ കുരങ്ങനെ ഒരു ധാർമ്മിക മൂല്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീവിയാണ്. അപ്പോൾ കുരങ്ങനെ പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് അപകടമല്ലേ? ഇത് പഠിക്കുമ്പോഴത്തേക്കിന് മനസ്സിലാകുന്ന കാര്യം, ഒരു സൃഷ്ടാവായ ദൈവം ഉണ്ടെങ്കിൽ
അദ്ദേഹം നമ്മളെ സൃഷ്ടിച്ചാണ്. പോരാഞ്ഞ് ഹ്യൂമൻ ജനോം പ്രോജക്റ്റ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് നടന്നായിരുന്നു 2000. അതിൻ്റെ ഫലമായിട്ട് അവർ പറയുന്നത് ആഫ്രിക്കയിലുള്ള ഒരു കറുത്തവർഗ്ഗക്കാരിയാണ് നമ്മുടെ എല്ലാവരുടെയും മാതാവ്. ഇന്ത്യ ടുഡേയിലൊക്കെ വന്നു ഹ്യൂമൻ ജനോം പ്രോജക്റ്റ്. അപ്പോൾ ഒരു മാതാവ് എല്ലാവരുടെയും ഒന്നാണെങ്കിൽ നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. ഇന്ത്യയിലുള്ള പല ജാതി, പല വർഗത്തിൽ, പല ഭാഷയിലുള്ളവരെല്ലാം ഓരോ അമ്മയുടെ മക്കളാണെങ്കിൽ എല്ലാ മനുഷ്യരും സഹോദരി സഹോദരന്മാരാണ്. നമുക്ക് സ്നേഹത്തോടു കൂടി ജീവിക്കാം. DNA ഹിന്ദു എന്നോ മുസ്ലിം എന്നോ സിഖ് എന്നോ ഒന്നുമില്ല. DNA എല്ലാവർക്കും ഒരേ DNA. അപ്പോൾ അതെല്ലാവരെയും പ്രോഗ്രാം ചെയ്ത ആളും ഒന്നാണെങ്കിൽ ആ ഒരു ദൈവത്തെ അറിയുകയും ദൈവത്തോട് സ്നേഹമുള്ളവനായിട്ട് ജീവിക്കുമ്പോൾ കുറച്ചുകൂടെ ധാർമ്മികത ഒക്കെ ഉള്ളവരായിരിക്കും. എന്ന് വെച്ചാൽ ദൈവവിശ്വാസം ഇല്ലാത്തവരെല്ലാം അധാർമികരാന്ന് ഞാൻ പറയുന്നില്ല. ധാർമ്മികതയ്ക്കൊരു മോട്ടിവേഷനുണ്ട്. അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനൊരു മോട്ടിവേഷനുണ്ട്. ഒരിക്കലും ഒരാളെ കൊല്ലാനോ അഴിമതി നടത്താനോ ഒക്കെ പ്രയാസമാണ്. കാരണം നമ്മൾ കണ്ടല്ലോ, ആ ക്രിയേറ്റർ ഗോഡ് ഒമ്നി പ്രസൻ്റാണ്, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം നമ്മളെ കാണുന്നു. സാറേ, മറ്റൊരു ചോദ്യം. ഈ ചിമ്പാൻസിയുടെ ജീനും മനുഷ്യൻ്റെ ജീനും തമ്മിൽ ഏതാണ്ട് 99% അത് സാമ്യമുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ ചിമ്പാൻസി പരിണമിച്ച് ഒരു മനുഷ്യനാകാനായിട്ടുള്ള സാധ്യത വളരെ ഏറെയാണല്ലോ. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലാംഗ്വേജിനെ കുറിച്ച് വേണ്ടവണ്ണം അറിയത്തില്ല. ഈ 4 ലെറ്റർ ലാംഗ്വേജാണ്. കുറച്ച് അക്ഷരങ്ങൾ അറിയാം. ഇപ്പം ഞാൻ പഠിക്കുമ്പോൾ, എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ആൽഫ, ഒമേഗ, തീറ്റ, എപ്സിലോൺ എന്നൊക്കെ ഗ്രീക്ക് ആൽഫബറ്റ് എനിക്കറിയാം. കുറച്ച് വാക്കും അറിയാം. അഗപ്പേ, ഡൂലോസ് എന്നൊക്കെ അറിയാം. എന്ന് പറഞ്ഞ് ഞാൻ പറയാം എനിക്ക് ഗ്രീക്ക് അറിയാമെന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ ഈ ലാംഗ്വേജൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാൻ ഒരു ഉദാഹരണം പറയാം. എനിക്ക് ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാണ് ഞാനെങ്കിൽ എനിക്കൊരു സെൻറ്റൻസ് ഒരാൾ തരികയാണ്. യു ഷുഡ് ഗോ ടു കോട്ടയം, യു ഷുഡിൻ ഗോ ടു കോട്ടയം. 2 സെൻറ്റൻസ് എഴുതിയിട്ട് അദ്ദേഹം തന്നിച്ച് എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല. അദ്ദേഹം എന്നോട് പറയുകയാണ്, ഈ 2 സെൻറ്റൻസ് തമ്മിലൊന്ന് സാമ്യം നോക്ക്. അപ്പം ഞാൻ പറയും 99% സാമ്യമാണ്, പക്ഷേ അർത്ഥവ്യത്യാസമില്ലേ എന്ന് പറഞ്ഞ പോലെ DNA ഈ ATGC ഭാഷയിൽ ഒരുപാട് ഒരക്ഷരം മാറിയ തന്നെ ആശയം അങ്ങോട്ട് മാറുകയാണ്. യു ഷുഡ് ഗോ ടു കോട്ടയം എന്ന് പറഞ്ഞ പോലെ അവർ പറയും. ചിമ്പാൻസിക്കും ഉള്ളതുപോലെ തന്നെ നമ്മൾ കുറെ കൂടെ ജീന് സാമ്യം എലിയായിട്ടാണ്. എലിക്ക് 32,000 ജീനുണ്ട്, നമുക്ക് 32,000 ജീനുണ്ട്. എലിയുമായിട്ട് വളരെ സാമ്യമാണ്. പക്ഷേ എലിയുടെ സൈഗോട്ടിൽ നിന്ന് എലിക്കുഞ്ഞേ വരത്തുള്ളൂ, മനുഷ്യൻ്റെ സൈഗോട്ടിൽ നിന്ന് മനുഷ്യക്കുട്ടിയാണ് വരുന്നത്. പിന്നെ ചിമ്പാൻസിയെ മനുഷ്യനാകണമെങ്കിൽ ചിമ്പാൻസിക്ക് ലാംഗ്വേജ് അൽഗോരിതം ഇല്ല. ലാംഗ്വേജ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് ഏത് ഭാഷ പഠിക്കാനുള്ള കഴിവുണ്ട്. ലോകത്തിലെ ഏത് ഭാഷ. കുഞ്ഞായിരിക്കുമ്പോൾ അടുത്ത വീട്ടിലെ ഹിന്ദി ആണെങ്കിൽ ഹിന്ദിക്കാരൻ്റെ അടുക്ക് പോയി കഴിഞ്ഞാൽ അവൻ ഹിന്ദി സംസാരിക്കും. ഇതൊരു കമ്പ്യൂട്ടറിന് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ആരും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഈ ചിമ്പാൻസിക്ക് ഈ ലാംഗ്വേജ് അൽഗോരിതം ചിമ്പാൻസിയുടെ ബ്രെയിനിൽ കെട്ടണം. ചിമ്പാൻസിയുടെ ബ്രെയിനിൽ കയറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ചിമ്പാൻസിയുടെ സ്പേമിനകത്തും ചേർക്കണം, ചിമ്പാൻസിയുടെ എഗ്ഗിനകത്തും ചേർക്കണം. ഇത് വല്ലയിടത്തും കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ ബ്രെയിനിൽ അതിൻ്റെ പർട്ടിക്കുലർ സ്ഥാനത്ത് തന്നെ ലാംഗ്വേജ് അൽഗോരിതം നിൽക്കണം. പിന്നെന്ത് വേണം? വോക്കൽ കോഡുമായിട്ട് കണക്ട് ചെയ്യണം ബ്രെയിൻ. ഇതിന് അങ്ങനെ ഒരുപാട് സംവിധാനം ചേഞ്ച് ചെയ്താലേ ചിമ്പാൻസിയെ മനുഷ്യനാക്കാൻ സംസാരിപ്പിക്കാനൊക്കെ. സാറേ, അതുപോലെ നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ സർവ്വ ജീവജാലങ്ങളും, ഇപ്പോൾ സസ്യങ്ങളെ എടുത്താലും ജീവജാലങ്ങളെ എടുത്താലും അവയെല്ലാം ആണും പെണ്ണുമായിട്ടാണ് അങ്ങനെയുള്ളത്. അപ്പം അതെന്താണ് അങ്ങനെ? ഇപ്പോൾ പരിണാമത്തിൽ കൂടെയാണെങ്കിൽ ഒരേ ഇതിൽ പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇത് ആണും പെണ്ണുമായിട്ടാണല്ലോ സൃഷ്ടിക്കുക. ഇങ്ങനെ ഉള്ളൊരു സംവിധാനമാണ് ഈ ക്രിയേറ്റർ വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ക്രോമസോമിൽ പുരുഷന്മാരുണ്ടാക്കുന്നത് 22+X 22+Y ക്രോമസോംസ്. അപ്പം സ്ത്രീകൾ 22+X മാത്രമേ ഉള്ളൂ. അവരുടെ 22+Xും പുരുഷൻ്റെ 22+X കൂടെ ചേർന്ന് അതൊരു പെൺകുട്ടിയാകും. അതേസമയത്ത് പുരുഷൻ്റെ 22+Y ആണെങ്കിൽ അതൊരു ആൺകുട്ടിയാകും. 2 പേർക്കുള്ള ടെംപ്ലേറ്റ് കോമണാണ്. X ആണെങ്കിൽ സ്ത്രീകളിലെ മാത്രം ആക്ടിവേറ്റ് ചെയ്യും, മറ്റേ ഷട്ട് ഡൗൺ ജീനായിരിക്കും. XY ആണെങ്കിൽ പുരുഷൻ്റെ മാത്രം ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ അതൊരു മനോഹരമായൊരു സംവിധാനമാണ് സെക്സ് എന്ന് പറയുന്നത്. അതുതന്നെ വളരെ അത്ഭുതമാണ് സെക്സിനെക്കുറിച്ച് അറിയാവുന്ന ഒരു പ്രായമുള്ളവരോട് സംസാരിക്കുകയാണെങ്കിൽ അത് വലിയ അത്ഭുതകരമായൊരു പ്രതിഭാസമാണ്. ഇങ്ങനെ കോംപ്ലിമെൻ്ററി സെക്ഷൽ ഓർഗൻസ്, അത് കഴിഞ്ഞ് കുഞ്ഞുണ്ടാകാനുള്ള സംവിധാനം, ഇതൊക്കെ ഞാൻ പഠിക്കുമ്പോൾ എനിക്കത് വളരെ അത്ഭുതകരമായിട്ടാണ് തോന്നുന്നു. അതൊരിക്കലും റാൻഡം ചേഞ്ച് കൊണ്ടും ഇങ്ങനെ പുരുഷന് സ്ത്രീ ഉണ്ടായെന്ന് പറയാനൊക്കത്തില്ല. സെക്സ് തന്നെ വലിയൊരു അത്ഭുതമാണ്. അത് പരിണമിച്ച് വരാനൊക്കത്തില്ല. സാറ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് റിട്ടയറായ ഒരാളാണ്. സാറ് ഇങ്ങനെ ഒരു വിഷയം പഠിക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഇതിങ്ങനെ ക്ലാസ്സുകൾ എടുക്കാനൊക്കെ ആയിട്ട് സാർ ഇങ്ങനെ പോകാനായിട്ട് ഇത് തിരഞ്ഞെടുക്കാനായിട്ട് സാറിനെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്താണ്?
ഇതൊരു ഒറിജിൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒറിജിനെ കുറിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒറിജിൻ എങ്ങനെ ഉണ്ടായിരിക്കുന്നത് അവൻ്റെ വേൾഡ് ലിവിനെ ബാധിക്കും. വേൾഡ് ലിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ലൈഫ് ഫിലോസഫിയെ ബാധിക്കും. ഒറിജിൻ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനറിൻ്റെ ഫലമാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് അറിയാനും അങ്ങനെ പോകും. അതായത് നാച്ചുറലായിട്ട് വന്നു എങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ലൈഫിന് വലിയ മീനിങ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഞാനും ബയോളജിയൊക്കെ എടുത്ത് പഠിച്ചതാണ് ഈ പ്രീ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ. അപ്പോൾ സുവോളജി എടുത്ത് പഠിക്കാനും അങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരുപാട് പേരെ മിസ്ഗൈഡ് ചെയ്യുക, ഒരുപാട് പേർക്ക് ഇതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ പഠിക്കാനായിട്ട് പോരാൻ എൻ്റെ ഒരു ഫ്രണ്ട്, പ്രായമുള്ള ആളായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി, പ്രൊഫസർ ഈനോക്ക് എന്ന് പറയും, മദ്രാസ് പ്രസിഡൻസി കോളേജിലാണ്. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് കേരളത്തിലൊക്കെ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതെനിക്കൊരു പ്രയോജനമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും ഇങ്ങനെ കുറേശ്ശെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ മൂലമറ്റം പൗറോസ് ജോലി ചെയ്യുന്ന കാലത്താണ് തൊടുപുഴയിലൊരു കോളേജുണ്ട്, ന്യൂമൻ കോളേജ്. അവിടുത്തെ പ്രിൻസിപ്പളുമായിട്ട് ഒന്നിച്ച് യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബയോളജിയിൽ ഇത് പ്രൂവ്ഡ് അല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ പ്രൂവ്ഡ് അല്ല, സാർ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരാമെങ്കിൽ ഐ വിൽ കം ടു യുവർ കോളേജ് ആൻഡ് ടേക്ക് ക്ലാസ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്നു. ഞാൻ പിന്നെ 2 മാസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അവിടെ ചെന്നു. ഉടൻ തന്നെ സുവോളജി പ്രൊഫസറെ വിളിച്ചു. ഇയാളൊരു എഞ്ചിനീയറാണ്, ഇയാൾ ക്ലാസ് എടുക്കും. ആ കാലത്തൊക്കെ ഞാൻ എവല്യൂഷൻ നടക്കത്തില്ല എന്നുള്ളത്, ഫിസിക്സും കെമിസ്ട്രി മാത്സും ഒന്നും നടക്കത്തില്ലെങ്കിൽ മറ്റേൻ്റെ പ്രൂഫല്ലല്ലോ. പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി. ഈ എവല്യൂഷൻ നടക്കത്തില്ല എന്നുള്ള പറയുന്നത് ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനറുടെ പ്രൂഫ്, എവിഡൻസ് കൊടുക്കണം. അതാണല്ലോ ഞാൻ ആ 2 ഫോർമുല വെച്ച് ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനറുടെ ആവശ്യകത ഞാൻ, അങ്ങനെയാണ് ഞാനിപ്പം ക്ലാസ് എടുക്കുന്നത്. ഒന്ന് തെറ്റ്, മറ്റേൻ്റെ പ്രൂഫല്ല, എങ്കിലും ഇൻ്റലിജൻറ്റ് ഡിസൈനർ വേണം, അല്ലാതെ സെല്ലുണ്ടാകാനാവില്ല. അങ്ങനെ ആര് വിളിച്ചാലും എന്ന് വെച്ചാൽ ഒരുവിധം മാന്യമായ ആളുകൾ വിളിച്ചാൽ, ഒരു കോളേജിലോ ക്ലബിലോ വിളിച്ചാൽ ഞാൻ പോയി ക്ലാസ് എടുക്കും. മൈ ഓൺ എക്സ്പെൻസ് ഞാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഒരു കോളേജിൽ ബയോളജി, കെമിസ്ട്രി ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിൽ പല കോളേജിൽ ഞാൻ പോയിട്ടുണ്ട്. 2-3 ഡിബേറ്റും ചെയ്തിട്ടുണ്ട്. ഡിബേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, കേരളത്തിലെ പൊതുവെ പരിണാമവും വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തിലും വിശ്വസിക്കുന്നവരാ പൊതുവെ എൻ്റെ നിരീശ്വരവാദികളായിട്ട് വിശ്വസിക്കുന്നവർ ചുരുക്കമായി വന്നവരില്ല. അങ്ങനെ ദൈവത്തിലും വിശ്വാസമുണ്ട്, പരിണാമത്തിലും വിശ്വാസമുണ്ട്. അതെനിക്ക് യോജിക്കാൻ ഒക്കത്തില്ല. യഥാർത്ഥത്തിൽ പരിണാമത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ പ്രൊമോട്ടേഴ്സ് അല്ല, എൻ്റെ ഓതേഴ്സ് എല്ലാം നിരീശ്വരവാദികൾ. കാരണം അവർ പഠിച്ചതിനോട് നീതി പുലർത്തുന്നുണ്ട്. ഈ ഇന്ത്യയിലൊക്കെയാണ് ഇങ്ങനെ മതത്തിന് ഒരുപാട് സ്വാധീനമുള്ളതുകൊണ്ട് അവരുടെ മതവും വേണം, സയൻസിൽ ഇതും വേണം. ഇത് രണ്ടും കൂടെ എനിക്കത്. സാർ, ഈ പരിണാമ സിദ്ധാന്തം ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ കോളേജുകളിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിപ്പിക്കുന്നുണ്ടോ? മിക്ക ഒഫീഷ്യലായിട്ട് ചൈന, സോവിയറ്റ് യൂണിയൻ, അമേരിക്ക, ഇംഗ്ലണ്ട് എല്ലായിടത്തും നമ്മുടെ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അല്ല, ഏതെങ്കിലും രാജ്യം ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കി അവരിൽ നിന്നും അത് ഒഴിവാക്കിയിട്ടുണ്ടോ പരിണാമ സിദ്ധാന്തത്തിന്റെ പഠനം? ഈ ഇതിനെക്കുറിച്ചുള്ള 1964 ക്രിയേഷൻ റിസർച്ച് സൊസൈറ്റി തുടങ്ങി. അത് കഴിഞ്ഞ് അവിടുത്തെ സയൻറ്റിസ്റ്റുകൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പം ചില സ്റ്റേറ്റിലൊക്കെ പറഞ്ഞു, പേരൻസ് പറഞ്ഞു, പബ്ലിക് മണി കൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, ഒരു സൈഡ് മാത്രം പഠിപ്പിക്കരുത്, മറ്റേതുകൂടെ പഠിപ്പിക്കണം. അങ്ങനെ ചില സ്റ്റേറ്റിലൊക്കെ ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനറൂടെ വേണമെന്നുള്ള പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവർ കേസ് കൊടുത്തു, ഭരണവാദികളെ കേസ് കൊടുത്ത് സുപ്രീം കോടതി വരെ വന്നപ്പോൾ അവർ പറഞ്ഞു, ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു സയൻറ്റിഫിക് ഐഡിയ അല്ല, ഇതൊരു റിലീജിയസ് കൺസെപ്റ്റാണ്, അതുകൊണ്ട് നീ പഠിപ്പിക്കാൻ പാടില്ല, പബ്ലിക് സ്കൂളിലൊന്നും പഠിപ്പിക്കാൻ പാടില്ല, പ്രൈവറ്റ് സ്കൂളിലൊക്കെ. എങ്കിലും അമേരിക്ക, സോവിയറ്റ് യൂണിയൻ ഇവിടെയൊക്കെ ഇപ്പോൾ ക്രിയേഷനിസ്റ്റ് ധാരാളമുണ്ട്. അങ്ങനെ ക്രിയേഷനെ കുറിച്ചുള്ള വലിയ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ ഉണ്ട്, അതിനുള്ള എവിഡൻസ് കാണുന്നുണ്ട്. ചില കാര്യങ്ങളൊന്നും നമുക്കല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കത്തില്ല, പറ്റത്തില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട AK സ്കറിയ സാറ് വളരെ സ്ഥലങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും അതുപോലെ കോളേജുകളിലുമൊക്കെ ഈ വിഷയത്തെ സംബന്ധിച്ച് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. സാറ് പരിണാമം എന്ന് പറയുന്ന കാര്യം ധാരാളം പഠിക്കുന്നുണ്ട് കുട്ടികൾ. എന്നാൽ ക്രിയേഷനെ കുറിച്ചുള്ളൊരു കാര്യമാണ് സാർ ഊന്നൽ കൊടുക്കുന്നത്. 2 കാര്യങ്ങൾ തമ്മിലുള്ള സാമ്യം, അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ഇൻ്റലിജൻ്റായ ഒരു ഡിസൈനർ വേണമെന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ പിന്നിലൊരു ഇൻ്റലിജൻ്റായ ഡിസൈനർ വേണമെന്ന് സാറിൻ്റെ പഠനത്തിൽ കൂടെ തെളിയിക്കാനാണ് ശ്രമിക്കുന്നത്. സാറിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ദൈവം ഇല്ല എന്ന് ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഏറെ. കാരണം അവർക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ആ നിലയിൽ ആ ദൈവത്തോട് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ജീവിക്കാനായിട്ടാണ് യുവതലമുറ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ സാറിനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ എടുത്ത് കുട്ടികൾക്ക് ഒരു ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് അവരെ നടത്തുവാൻ തക്കവണ്ണം
സാറിനെ പോലെയുള്ളവരുടെ ക്ലാസ്സുകൾ ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രത്യേകിച്ച് AK സ്കറിയ സാറിന് ദൈവം ധാരാളമായിട്ടുള്ള കൃപ ഈ വിഷയത്തിൽ നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാർ.